വെയിലേറ്റി പൊടുന്ന ഒരു ദിവസം ദാഹം കൊണ്ട് വലഞ്ഞുപോയി രണ്ട് പാമ്പുകൾ, രാജവെമ്പാലയും മൂർഖൻ പാമ്പും. അവർ വെള്ളം തേടി നടന്നുകൊണ്ടിരുന്നു. ദൂരെയായി രാജൻ ഒരു കിണർ കണ്ടു. അവൻ മൂർഖനെ നോക്കി പറഞ്ഞു, സുഹൃത്തെ, അവിടെ വെള്ളമുണ്ടെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ട് വരാം. അവൻ ശാന്തമായി കിണറിനരികിലേക്ക് നീങ്ങി. അവിടെ ഒരു യുവതി വെള്ളം കോരിക്കൊണ്ടിരുന്നു. രാജൻ അവളെ ശല്യപ്പെടുത്താതെ ശാന്തമായി വെള്ളം കുടിച്ച് തിരിച്ചു വന്നു. മൂർഖൻ ചോദിച്ചു, നിനക്ക് വെള്ളം കിട്ടിയോ? രാജൻ പറഞ്ഞു, കിട്ടി. പക്ഷേ അവിടെ ഒരു മനുഷ്യസ്ത്രീയുണ്ട്, അവളെ ഉപദ്രവിക്കരുത്. നിനക്ക് മനുഷ്യരെ ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് എനിക്ക് നിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. മൂർഖൻ ചിരിച്ചു. എന്നെ വിശ്വസിക്കൂ സുഹൃത്തെ, ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. സമാധാനമായി വെള്ളം കുടിച്ച് തിരിച്ചു വരാം. രാജൻ വിശ്വസിച്ചു. അവൻ വെള്ളം കുടിച്ച കിണറിന്റെ സ്ഥലം കാണിച്ചു കൊടുത്തു. മൂർഖൻ വെള്ളം കുടിക്കാൻ പോയി. ദാഹം മാറ്റി തിരിച്ചു പോരാൻ നേരം യുവതിയെ കണ്ടപ്പോൾ ഒരു നിമിഷം അവന്റെ സ്വഭാവം മാറി. യുവതിയുടെ കാലിൽ കടിച്ചു. അവൾ ഉറക്കെ നിലവിളിച്ചു. തിരിച്ചു വരുന്ന മൂർഖന്റെ മുഖത്തെ ആ ശൗര്യം കണ്ടപ്പോൾ രാജനെല്ലാം മനസ്സിലായി. നീ അത് ചെയ്തുവല്ലേ? രാജൻ ചോദിച്ചു. മൂർഖൻ കള്ളം മറയ്ക്കാൻ ശ്രമിച്ചു. രാജന് കുറ്റബോധം തോന്നി. അവളെ രക്ഷിക്കണം, അവൻ പറഞ്ഞു. രാജൻ വിഷം തിരിച്ചെടുക്കാൻ യുവതിയുടെ അടുത്തേക്ക് വേഗം നീങ്ങി. മൂർഖൻ വിളിച്ചു പറഞ്ഞു, നീ ഇപ്പോൾ അവിടെ പോകരുത്, മനുഷ്യർ കൂടിയിരിക്കുന്നു. പക്ഷേ രാജൻ കേട്ടില്ല. അവൻ യുവതിയുടെ അരികിലെത്തി വിഷം തിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യർ അവനെ കണ്ടു. ഇതാണ് കടിച്ച പാമ്പ് എന്ന് പറഞ്ഞവർ ദേഷ്യത്തോടെ അവനെ അടിച്ചു കൊന്നു. യുവതിയെയും രക്ഷിക്കാനായില്ല. എല്ലാം ദൂരത്തുനിന്ന് നോക്കി നിൽക്കുകയായിരുന്നു മൂർഖൻ പാമ്പ്. അവൻ ഭയന്നും കുറ്റബോധത്താൽ നിറഞ്ഞും അവിടെ നിന്ന് വേഗത്തിൽ സ്ഥലം വിട്ടു.